മക്കൾസ്, വെൽക്കം ടു എജ്യൂപോർട്ട്. അങ്ങനെ ഒരു പുതിയ തുടക്കമാണ് അല്ലേ ഇത്. പുതിയ ക്ലാസ്, പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ കാര്യങ്ങൾ, എല്ലാവരും പഠിക്കാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. 6ാം ക്ലാസ്സിൽ അത്ര അടിപൊളിയായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അത്ര അടിപൊളി ആയിട്ടുണ്ടാവില്ല. പക്ഷേ എടാ, നിങ്ങൾ അതൊന്നും ഇനി ആലോചിക്കേണ്ട കാര്യമല്ല കേട്ടോ. ഇത് പുതിയൊരു തുടക്കമാണ് നമ്മളുടെ 7ാം ക്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു പുതിയ തുടക്കം കളറാക്കാൻ എടാ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. സോ അടിപൊളിയായിട്ട് പഠിക്കുക, ഞങ്ങളെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ഓക്കെ, ദെൻ നമ്മളുടെ മാത്സ് ഒരു പ്രശ്നക്കാരനാണ് അല്ലേ. എല്ലാവർക്കും അത്ര അങ്ങ് ഇഷ്ടമുണ്ടാവില്ല നമ്മളുടെ മാത്സ് എന്ന് പറയുന്നത്. 6ാം ക്ലാസ്സിലും കുറച്ച് പ്രശ്നക്കാരനായിട്ട് നിന്നിട്ടുണ്ടാവും. പക്ഷെ അത് വിചാരിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ 1 മുതൽ 0 മുതൽ തുടങ്ങിയിട്ട് നമ്മൾ മാത്സ് ഇവിടുന്ന് പഠിച്ചിരിക്കും. ആരെങ്കിലും ബേസിക്സിന്റെ ക്ലാസ് ഒക്കെ കേൾക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി അതൊക്കെ കേട്ട് വരിക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് മാത്സ് പഠിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ആ മാത്സിന്റെ ജേണിയിൽ മിസ്സും ഉണ്ടാവും നിങ്ങളെ കൂടെ. മിസ്സിന്റെ പേര് ഹനീന എന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാത്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലേ നിങ്ങൾക്കൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് ബസ് ഒന്ന് പറഞ്ഞുതരാൻ പോവാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങളിതാ ഈ ജൂണിൽ ആദ്യമായിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പോകുന്ന നിങ്ങളുടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? നമ്മളുടെ പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകളാണ് കേട്ടോ. അതായത് നോക്ക്, നമ്മളുടെ ഈ ട്രെയിനൊക്കെ പോകുന്നുണ്ടല്ലേ, ട്രെയിനിന്റെ ട്രാക്ക് കണ്ടിട്ടില്ലേ, ഒരേ അകലത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടില്ലേ. അതേപോലെയുള്ള ഈ റെയിൽവേ ട്രാക്കൊക്കെ അല്ലേ, ഇതുപോലെയുള്ള ഈ 2 ലൈൻസില്ലേ ഒരുപോലെ ഇങ്ങനെ പോകുന്ന, ഒരേ അകലത്തിൽ പോകുന്ന, ഇതിനായിരുന്നു പാരലൽ ലൈൻസ് എന്ന് പറയാം. ഓക്കെ, ഈ പാരലൽ ലൈൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? ഈ 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ കോണുകളൊക്കെ ഉണ്ടാവും. ഇതിനെങ്ങനെ ഒരു വര മുറിച്ച് കിടക്കുമ്പോൾ അവിടെ കുറേ കോണുകൾ ഉണ്ടാവും എന്ന് പറയും. ആ കോണുകളുടെ പ്രത്യേകതകൾ പറയും. അതുപോലെ അവിടെ സാമാന്തരികം, പാരലലോഗ്രാമിനെ കുറിച്ചും ചെറിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. സിമ്പിളിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 2ാമത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. അതായത് നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ചാപ്റ്ററിലെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്റർ എന്നാടാ ഇത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് 7ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പം 6ാം ക്ലാസ്സിൽ ആ ചാപ്റ്റർ എടുത്ത് ഇവരെന്ത് ചെയ്തു, 7ാം ക്ലാസ്സിൽ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് അപ്പോൾ ലാഭമായില്ലേ? നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ച ആ ചാപ്റ്റർ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. അത്രയും കാര്യങ്ങളില്ല, അതിനേക്കാളും കുറച്ച് കുഞ്ഞു സാധനമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ചൊരു ഓർമ്മ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ് എന്ത്, നമ്മുടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക അല്ലേ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും 6ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഓർമ്മ ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, നമ്മളുണ്ട് കേട്ടോ. യെസ്, അങ്ങനെയെങ്കിൽ അടുത്തത് ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിലെന്താ അറിയോ, ഇതിൽ നമുക്ക് വരയ്ക്കാനാ. ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ വേഗം വാങ്ങി വെച്ചോ. നമുക്ക് വരയ്ക്കാൻ കുറേ ട്രയാങ്കിൾസ് വരയ്ക്കാനുണ്ടാവും. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു സൈഡും 2 ആംഗിൾസും തന്നിട്ട് നിങ്ങളോട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, 2 ആംഗിൾസും ഒരു ആംഗിളും 2 സൈഡും തന്നിട്ട് എന്ത് പറയും, നിങ്ങളുടെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, പല രീതിയിൽ നിങ്ങളോട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. അപ്പോഴൊക്കെ നമ്മൾ എങ്ങനെയാ ട്രയാങ്കിൾസ് വരയ്ക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതും കുഞ്ഞു ചാപ്റ്ററാണ്, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് വരുന്നത് ഏതാണ്, നമ്മുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങളാണ്. നിങ്ങൾ 6ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഫ്രാക്ഷനിൽ അവസാന ഭാഗത്ത് നിങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഈ ടൈംസ് ആൻഡ് പാർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം, എന്താണ്, മടങ്ങും ഭാഗവും എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇത് 5ന്റെ എത്ര മടങ്ങാണ് 10, അല്ലെങ്കിൽ 6ന്റെ എത്ര മടങ്ങാണ് 20, അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാണ് മടങ്ങ് കാണാന്നുള്ളത് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ മടങ്ങും ഭാഗവും ഒക്കെ എവിടെയാണെന്ന് പഠിക്കുന്ന അറിയോ? ഈ വിപരീത ഭിന്നങ്ങളിലാണ് പഠിക്കുന്നത്. അതുപോലെ ഫ്രാക്ഷൻസിനെ ഹരിക്കാനും നമ്മൾ എന്തിൽ പഠിക്കും, ഈ വിപരീത ഭിന്നങ്ങളിൽ അടിപൊളിയായിട്ട് പഠിക്കും. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്താണെന്ന് അടിപൊളിയായിട്ട് നിങ്ങൾ ആദ്യം ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ മക്കൾ എന്താലോചിക്കണം, ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഗുണിക്കുക, ഹരിക്കുക, കൂട്ടുക, കുറയ്ക്കുക എന്നുള്ളതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 7ാം ക്ലാസ് സിമ്പിൾ ആവും കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഗുണിക്കുക, ഹരിക്കുക എന്നുള്ളതൊക്കെ മിസ് ആദ്യമേ ബേസിക്സിൻ്റെ ഒരു ലൈവ് തന്നിട്ടുണ്ട്. അത് പോയിട്ട് ഓടിക്കാണുക. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് അത് കാണുക കേട്ടോ. നമ്മളുടെ 7ാം ക്ലാസ് കളറാക്കണ്ടേ, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുകയല്ലേടാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്സിൻ്റെ ക്ലാസ് വരുമ്പോൾ കുഞ്ഞു ക്ലാസ്സുകളെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമുള്ള, നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങളെടുത്ത് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ 4 ചാപ്റ്റേഴ്സ് എന്താണെന്നുള്ളത് മിസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെസിമൽ മെത്തേഡ്സാണ്, ദശാംശ രീതികൾ.
അപ്പോൾ എങ്ങനെയാണ് ഡെസിമൽസിനെ കൂട്ടുക എന്നുള്ളതും ഗുണിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ദശാംശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, പോയിന്റ് വരുന്ന നമ്പറാണ് അല്ലേ. അതായത് 2.34 എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമലാണ്. ഇനി അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, 232 വെച്ചോ, അതിന് 1000 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോയിന്റ് വരുന്ന സംഖ്യകൾ, ഈ പോയിന്റ് വരുന്ന സംഖ്യകൾ കൊണ്ടുള്ള ഒരു കളിയാണ് നമ്മൾ എന്തിൽ, ഡെസിമൽസ് അല്ലെങ്കിൽ ദശാംശ രീതികളിൽ പഠിക്കുന്നത്. ഇതുപോലൊരു ചാപ്റ്റർ നിങ്ങൾ 6ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടെങ്കിൽ വളരെ ഈസി. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന റേഷ്യോ ആണ്. ഇത് ആദ്യമായിട്ട് നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരാളാണ് കേട്ടോ. ഈ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത് പുതിയ ഒരാളാണ്. ഓക്കെ, ഇതിപ്പോ 5ഉം 6ഉം തമ്മിലുള്ള അംശബന്ധം 5:6 എന്നൊക്കെ എഴുതാം. ഇത് നിങ്ങൾ വലിയ ആലോചിക്കൊന്നും വേണ്ട. ആ സമയത്തും റേഷ്യോന്റെ ചാപ്റ്റർ എത്തുമ്പോൾ മിസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പൊ റേഷ്യോ എന്ന് പറയുന്ന ഒരു പുതിയ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പഠിക്കാൻ റെഡിയല്ലേ? പഠിക്കാൻ റെഡി ആയിരിക്കണം. റെഡി ആയിരിക്കും. ഓക്കെ, അടുത്ത ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഷോർട്ട് ഹാൻഡ് മാത്ത് ആണ്, കണക്കിലെ ചുരുക്കെഴുത്ത്. ഓക്കെ, ഷോർട്ട് ഹാൻഡ് മാത്ത്, കണക്കിലെ ചുരുക്കെഴുത്ത്. ഇതിലെന്താന്ന് സംഭവം എന്നറിയോ? പോയില്ല, വന്നു. യെസ്, ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ 5 + 6 - 7 ഗുണിക്കണം 4. അങ്ങനെ ഈ ഗുണിക്കണവും കൂട്ടണവും കുറയ്ക്കണവും ഒന്നിച്ചങ്ങ് വരുമ്പം ആദ്യം ആരാ ചെയ്യാന്നൊക്കെ ഉള്ളത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വരികയാണ് 5 + 6 - 2 ഇതെങ്ങനെയാ ചെയ്യുക, അല്ലെങ്കിൽ 5 - 6 - 2 ഇതിപ്പോൾ എങ്ങനെയാ, ഈ ബ്രാക്കറ്റും മൈനസും ഒന്നായിട്ട് വന്നാൽ ഇത് എങ്ങനെയാ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്, ഈ ഷോർട്ട് ഹാൻഡ് മാത്തിൽ പഠിക്കുന്നുണ്ട്, കണക്കിലെ ചുരുക്കെഴുത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് ചെയ്യാൻ പഠിക്കാൻ പോവുകയാണ് നമ്മളുടെ 7ാമത്തെ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞ് നമ്മളുടെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, ആവർത്തന ഗുണനം. അതായത് മിസ് എന്ത് ചെയ്യാണ്, 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഇത് എഴുതാൻ ഭയങ്കര പാടല്ലേ. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എന്ന് എഴുതാൻ ഭയങ്കര പാടാണ് അല്ലേ. അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നറിയോ, ഇതിന് എന്ത് ചെയ്താൻ പറ്റും, 2⁴ എന്ന് എഴുതാൻ പറ്റും. അതായത് 2നെ എത്ര തവണ ആണ്, 1 2 3 4 തവണ ഗുണിക്കുകയാണ് അല്ലേ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ 2 മുകളിൽ എന്ത് എഴുതാൻ പറ്റും, മുകളിൽ തലയിൽ ഒരു 4 ഇട്ട് കൊടുക്കുക. അതായത് 2⁴ എന്ന് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ, ആവർത്തന ഗുണനത്തിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നത് നമ്പർ റിലേഷൻസ് ആണ്, സംഖ്യാബന്ധങ്ങളാണ്. ഇതിലെന്താ അറിയോ, ഫാക്ടേഴ്സ് കാണാനൊക്കെ പഠിക്കും. ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ പഠിക്കും, നമ്മളുടെ നമ്പർ റിലേഷൻസ്, സംഖ്യാബന്ധങ്ങളിൽ പഠിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വെറുതെ അങ്ങ് ഞാൻ ഈ ക്ലാസ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് പഠിക്കാം, അങ്ങനെ വിചാരിച്ചു നിന്നിട്ട് കാര്യമില്ല. 7ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ പിന്നെ എക്സാമിൻ്റെ തലേന്ന്, 6ാം ക്ലാസ് ഞാൻ എക്സാമിൻ്റെ തലേന്ന് പഠിച്ചപ്പോൾ എനിക്ക് കുറച്ച് മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ച് 7ാം ക്ലാസ് അത്ര അങ്ങോട്ട് സിമ്പിൾ അല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഞങ്ങൾ ഒരുപാട് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ക്ലാസ് കറക്റ്റ് കേട്ട് പോവുക, ക്ലാസ്സുകൾ കറക്റ്റ് ഫോളോ ചെയ്ത് പോവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവസാനം വെച്ച് ഒരു വലിയ ലോഡ് തലയിൽ കയറ്റി വെക്കുന്നതിനേക്കാൾ എത്ര സുഖമാണടാ കുറച്ച് കാര്യങ്ങൾ, ഓരോ ദിവസം കുറഞ്ഞ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കറക്റ്റ് ക്ലാസ്സുകൾ കേട്ട് പോകണം കേട്ടോ. യെസ്, അങ്ങനെയെങ്കിൽ 10ാമത്തെ ചാപ്റ്റർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അതായത് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണുക എങ്ങനെയാന്ന്. പലതരം ട്രയാങ്കിൾസ് നമുക്കറിയാം അല്ലേ. ഏത് ട്രയാങ്കിൾ തന്നാലും, ഏതൊരു തരത്തിലുള്ള ട്രയാങ്കിൾ തന്നാലും, ഇനിയിപ്പോൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾസ് ആണ് തന്നതെങ്കിലും എന്തായിക്കോട്ടെ, ഒരു ട്രയാങ്കിൾ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എങ്ങനെയാ കാണാന്നുള്ളത് എവിടെയാണ് പറയുന്നത്, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണപ്പരപ്പിലാ പറയുന്നത്. അതുപോലെ ഏരിയ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ വരച്ചു, ആ ട്രയാങ്കിളിന്റെ ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതും ഏതിലാ പഠിക്കുന്നത്, നമ്മളുടെ ഈ ത്രികോണപ്പരപ്പിൽ പഠിക്കും. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിളിൽ പഠിക്കും. ദെൻ അടുത്തതാണ് 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്, സമചതുരങ്ങളും മട്ടത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററും. അതായത് ഇതിലും പഠിക്കുന്നത് ഏരിയ കാണാനാണ് കേട്ടോ. സമചതുരത്തിന്റെ ഏരിയ കാണാൻ പഠിക്കും, മട്ടത്രികോണത്തിന്റെ ഏരിയയും കാണാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ സമചതുരം, നമ്മളുടെ സ്ക്വയേഴ്സിൻ്റെ ഏരിയ ഒക്കെ ഞങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചതാ, ഇതെന്തിനാന്ന്. ഇതിൻ്റെ കൂടെ കുറഞ്ഞ കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇത് മാത്രമല്ല പഠിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ഏകദേശ രൂപം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്വയറിൻ്റെ സൈഡ് തന്നാലല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഏരിയ കാണാൻ അറിയുള്ളൂ. സ്ക്വയറിൻ്റെ സൈഡ് തരാണ്ട് നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഇവിടെ
ഒരു റൈറ്റ് ട്രയാങ്കിളും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമ്മൾ സ്ക്വയേഴ്സിൻ്റെയും റൈറ്റ് ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാൻ ഇതിൽ പറയുന്നുണ്ട്. ഇതിന് അടുത്ത 12ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഓൾജിബ്ര ആണ്. ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താടാ, എക്സും വൈയും വെച്ചിട്ടുള്ള ഒരു കളിയാണ് അല്ലേ. 2x + 3y = 5 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എക്സും വൈയും വെച്ചിട്ട് കുറച്ച് കളികളുണ്ട്. അതാണ് ഇവിടെ നമ്മളുടെ ഓൾജിബ്രയിൽ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത 13ാമത്തെ ചാപ്റ്റർ പേഴ്സൺസ് ആട്ടോ, ശതമാനമാണ്. അതായത് നിങ്ങളോട് ചോദിക്കും 100ന്റെ 20% എത്ര എന്നൊക്കെ ചോദിക്കും. 100ന്റെ 20% എത്ര, 5000ന്റെ 30% എത്ര, അങ്ങനെ ശതമാനത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. ഈ ശതമാനത്തിലാണ് നമ്മൾ ചെറിയ രീതിയിൽ പലിശയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ 13ാമത്തെ ചാപ്റ്റർ. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ഡാറ്റ പിക്ചേഴ്സ് ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അവസാനത്തെ ചാപ്റ്റർ എടുത്തു തരുമ്പം എന്തോ ഒരു സന്തോഷമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് അവസാനത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതും ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ചാപ്റ്ററാണ്. അതായത് നിങ്ങൾക്ക് എന്താണ്, കുറേ പിക്ചേഴ്സ് വരയ്ക്കാനാണ്. അതുപോലെ പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കും, അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ പ്രാവശ്യം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് ആലോചിക്കേണ്ടത് നിങ്ങളോട് മറന്നു പോവില്ല. അത്രയും സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ ഫൈനൽ എക്സാമിന് ഒരു ആക്ടിവിറ്റി എന്തായാലും എന്തായിരിക്കും, ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്തിനുള്ളത്, നമ്മളുടെ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ മക്കളോട് ആവർത്തിച്ച് എനിക്ക് പറയാനുള്ള കാര്യം ഇത്ര മാത്രമാണ്. എക്സാമിൻ്റെ തലേന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് എക്സാം പാസ്സാവാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ, 7ാം ക്ലാസ്സിൽ എന്ത് ചെയ്യില്ല, നമ്മൾ ഒരിക്കലും ഇനി മുതലും വെറുതെ അങ്ങോട്ട് പാസ്സാവില്ല. ഓൾ പാസ് സിസ്റ്റം ഒക്കെ ഒഴിവാക്കിയില്ലേ. പഠിച്ചാൽ മാത്രമേ എൻ്റെ മക്കൾ എന്ത് ചെയ്യുള്ളൂ, ഇനി പാസ്സാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് നമുക്ക് പഠിക്കണം. അതിൻ്റെ മുന്നേ ആരെങ്കിലും നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നമുക്ക് കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഈ ഓഫർ ഉള്ളൂ. അതും അത്രയും ബെസ്റ്റ് ഓഫറാണ്. നമുക്ക് 3999ന്റെ ബാച്ച് 1999 നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്. 2000 രൂപ റിഡക്ഷനിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത്രയും ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണോടാ നമ്മളൊക്കെ തരുന്നത്. ഞങ്ങൾ അത്രയും നിങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ റെക്കോർഡിങ്സ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ലൈവിലൂടെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാം സെറ്റാക്കി ഓക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് മൊത്തം ഞാൻ എങ്ങനെ, വെറുതെ ഒരു ആപ്പ് കയ്യിൽ തന്നാൽ ഞാൻ എങ്ങനെ അതിപ്പം പഠിക്കുക, എനിക്ക് മടിയാവൂലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളോട് കൂടിയായിരിക്കും പഠിക്കുന്നത്. അതും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മാത്രം മതി. ബാക്കി നമ്മളുടെ കയ്യിൽ സെറ്റാണ്. അപ്പം എൻ്റെ മക്കൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്യാൻ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടുത്തെ അഡ്മിഷൻ ടീം വിളിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഇവിടെ കാണുന്നില്ലേ ഒരു നമ്പർ, ഈ നമ്പറിൽ ജസ്റ്റ് വിളിച്ചാൽ മതി. അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിക്കുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കണം, ഉഷാറാക്കണം, 7ാം ക്ലാസ് കളറാക്കണം. അപ്പോൾ 7ാം ക്ലാസ് സെറ്റാക്കാൻ എൻ്റെ മക്കൾ റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ മിസ്സും റെഡിയാണ്. നമുക്ക് സെറ്റാക്കാം, അടിപൊളിയാക്കാം. ബൈ.